ഹായ് മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷനാണ് ടെക്സ്റ്റ് ബുക്കിൽ എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ സമയമൊന്നുമല്ല, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെയാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ചെറുതായിട്ട് ആ ടെക്സ്റ്റൊക്കെ ഒന്നായിട്ട് നന്നായിട്ട് വായിച്ച് അതിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ഇപ്പോൾ വെക്കേഷൻ്റെ സമയമാണ്, സാവധാനം ഇരുന്നിട്ട് ഒന്നോ രണ്ടോ പേജൊക്കെ ഓരോരോ ദിവസം വായിച്ചിട്ട് പോയാലും നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻസ്. കണ്ടോ, നിങ്ങൾ അതിൻ്റെ ഹെഡിങ് കണ്ടല്ലോ. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുക, അയ്യോ എന്തൊരു നല്ല ചാപ്റ്ററാണ്, എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കെമിക്കലിൻ്റെ റിയാക്ഷൻസും ഇക്വേഷൻ ബാലൻസിങ് ഒക്കെയാണല്ലോ ഈ ചാപ്റ്ററിൻ്റെ കണ്ടൻ്റായിട്ട് വരുന്നത്. അതൊക്കെ നന്നായിട്ട് പോസിറ്റീവായിട്ട് വിചാരിക്കുക, ഭയങ്കര എളുപ്പമായിട്ട് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നോക്കാം. നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, നമ്മൾ അറിയ പോലും ചെയ്യാത്ത പല കെമിക്കൽ കോമ്പൗണ്ട്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത്, റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം സംഭവിക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കെമിക്കൽ ഇക്വേഷൻ ബാലൻസിങ്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ബാലൻസിങ് ഞാൻ എല്ലാം തന്നെ ഒരുവിധം കവർ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ ഇന്നിപ്പം ഈ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഫസ്റ്റ് തന്നെ നമുക്ക് ടെക്സ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ് ആണ് പറഞ്ഞത്. അത് കെമിക്കൽ റിയാക്ഷൻസ് ആണെന്ന് പോലും നമുക്കറിയാത്ത കാലത്ത് നമുക്കറിയാം ഇത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരും. നമ്മൾ കുറേ നേരം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ച് നമ്മൾ പോയില്ല, കുറേ കഴിഞ്ഞ് പോയി നോക്കുമ്പം ചിലപ്പോൾ ആ ഫുഡിന് ചിലപ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പാല്, ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഫ്ലാസ്കിലൊക്കെ കൊടുത്തയക്കുമ്പം ആ തുറക്കണ സമയത്ത്, ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നമുക്ക് ഫസ്റ്റ് ആ ഒരു ഇൻ്റർവെല്ലിൽ പറ്റിയില്ല കുടിക്കാൻ. അപ്പോൾ നമ്മൾ ലഞ്ചിന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് തുറക്കണ സമയത്ത് ഒരു ജാതി മണം വരാനുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ട് അത്? അതെല്ലാം എന്താണെന്ന് നമുക്ക് ആ സമയത്ത് അറിയില്ല, പക്ഷെ ഇപ്പം നമുക്കറിയാം അതൊരു കെമിക്കൽ ചേഞ്ചാണ്. അവിടെ ആ പാല് തൈരായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ അത് കേടായതാണ് അല്ലേ? അപ്പോൾ അതേപോലെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ നല്ല ഭംഗിയിൽ ഷെൽഫിൽ വെച്ച് കോപ്പറിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഒരുമാതിരി കറുപ്പ് കളറ് വരുന്നത്, ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസ് ആണ്. അത് തന്നെയാണ് ഫസ്റ്റ് ഒരു പേജിൽ പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നമ്മുടെ മെഗ്നീഷ്യം ഇസ് ബേൺഡ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കെമിക്കൽ, നമ്മളുടെ ഒരു ആക്ടിവിറ്റിയാണ്. ഇതിൻ്റെ അകത്ത് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ഈ മെഗ്നീഷ്യം നമ്മൾ റിബൺ കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് പൗഡർ വിത്ത് ഡേസിങ് വൈറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റോട് കൂടിയിട്ടാണ് അത് ഒരു വൈറ്റ് പൗഡർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഈ ഒരു കെമിക്കൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മെഗ്നീഷ്യം റിബണിനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇൻ ദ സ്റ്റെപ്പ് 2 or 3, യെസ്, നിങ്ങളൊന്ന് നോക്കൂ, അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. സ്റ്റെപ്പ് 2ൻ്റെ അകത്ത് ക്ലീൻ എ മെഗ്നീഷ്യം റിബൺ about 3 to 4 centimeter long by rubbing it with sandpaper. Why we are cleaning the magnesium ribbon is one important question. മെഗ്നീഷ്യം റിബൺ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഒരു ഔട്ടർ കവറിങ് അതിന് വന്നിട്ടുണ്ടാവും. അതായത് ഓക്സിജനുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ഭാഗത്ത് ആ മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ടുണ്ടാവും. ടു റിമൂവ് ദാറ്റ് കോട്ടിങ് വി ആർ ക്ലീനിങ് ദാറ്റ് മെഗ്നീഷ്യം റിബൺ. ഓക്കെ, അപ്പോഴേ നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, എന്താണ് ഇതിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നത് ഒരു വൈറ്റ് പൗഡറാണ് വിത്ത് എ വൈറ്റ് ലൈറ്റ്. കാണുന്നുണ്ടാവുമായിരിക്കുമല്ലോ, ഇത് കണ്ടിട്ടില്ല നിങ്ങൾ? വിത്ത് എ വൈറ്റ് ഫ്ലെയിം ആൻഡ് ചേഞ്ച് ഇൻ ടു വൈറ്റ് പൗഡർ. ഇതൊരു വൈറ്റ് പൗഡറായിട്ട് ഇത് ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ, നമ്മളുടെ ഒരു ആക്ടിവിറ്റി വരുന്നത്. ഇനി സെക്കൻഡ് വൺ എന്താണ് നോക്കൂ. സിങ്ക് ഗ്രാന്യൂൾസ് ഇൻ എ കോണിക്കൽ ഫ്ലാസ്ക്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സെക്കൻഡ് 1.3 ആക്ടിവിറ്റി എന്ന് പറയുന്നത്.
അതിനകത്ത് നമ്മുടെ സിങ്ക് ഗ്രാന്യൂള് കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അകത്ത് മിക്സ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഈ സിങ്ക് സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിനോട് ആഡ് ചെയ്യുന്ന സമയത്ത് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനുമായിട്ടാണ് മാറുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. ഇനി അതിൻ്റെ അകത്ത് ആക്ടിവിറ്റി 1.2ൻ്റെ അകത്ത് ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ഇക്വേഷനും കൂടി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവരുടെ കളർ എന്തായിട്ട് മാറും? ആ സൊല്യൂഷൻ്റെ കളർ ഇസ് ടേൺ ടു യെല്ലോ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ലെഡ് അയഡൈഡ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? ആ കളറ് യെല്ലോ കളറായിട്ട് മാറുന്നത്. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്കത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എ യെല്ലോ കളറാണ് ലെഡ് അയഡൈഡ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻസ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇതിൽ ഈ ഒരു പേജിൽ പറയുന്നില്ല. അപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യം എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് റിയാക്ഷനിൽ വരുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ്. കണ്ടോ, ചേഞ്ച് ഇൻ കളർ, എവല്യൂഷൻ ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. വെൻ ഒരു കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഒക്കർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ചേഞ്ച്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒന്നുകിൽ അതിൻ്റെ സ്റ്റേറ്റ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ്, ആ ഒരു സംഭവത്തിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചേഞ്ച് ഇൻ കളർ, നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് റിയാക്ടൻറ്റിൻ്റെ കളറായിരിക്കില്ല നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ കളർ. അതേപോലെ അതിലൊരു എവല്യൂഷൻ ഓഫ് ഗ്യാസ്, ഏതെങ്കിലും ഒരു ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ കൂടാനോ കുറയാനോ ഉള്ള സാധ്യതയുണ്ട്. ഓൾ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓർ ഓൾ ദീസ് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് അറ്റ് ദ ടൈം ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി കെമിക്കൽ ഇക്വേഷൻസ് ആണ്. കെമിക്കൽ ഇക്വേഷനെ പറ്റിയിട്ട് ഞാൻ നല്ലോണം പറഞ്ഞതാണ്, ഓരോരോ ക്ലാസ്സിലും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്തിനാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത്? നമ്മൾ മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എന്നൊക്കെ കട്ടയ്ക്ക് സ്പെല്ലിങ്ങിൽ എഴുതുന്നതിനെക്കാട്ട് എളുപ്പമാണ് Mg+O2 ഗിവ്സ് MgO എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു, അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഇനി ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ. എന്തിനാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ഒരു കെമിക്കൽ ഇക്വേഷനെ? നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ അകത്തൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത എന്താണെന്നറിയോ? ഓൺ വാട്ട് ബേസിസ്, നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ബാലൻസ് ചെയ്യണം എന്ന് പറയുന്നത്? അത് നമ്മൾ പറയുന്നത് എന്താണ്? ഇത് ഒരു തിയറി ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണാലോ. ഇതാ, വി ഹാവ് ലേൺഡ് നൈദർ ബി മാസ് ഇസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള കാര്യം. ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സ്കെലറ്റൽ ഇക്വേഷൻ. യു ക്യാൻ റീഡ് ഇറ്റ് ഓവർ ഹിയർ. സച്ച് എ കെമിക്കൽ ഇക്വേഷൻ ഇസ് നോൺ ആസ് സ്കെലറ്റൽ കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ് ചെയ്യാത്ത കെമിക്കൽ ഇക്വേഷനെ വിളിക്കുന്നതാണ് സ്കെലറ്റൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എന്തിനാണ്? ബാലൻസ് ചെയ്യുന്നത് ദ മാസ് ഇസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നുള്ള പ്രിൻസിപ്പിൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ എപ്പോഴും ബാലൻസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബാലൻസിങ് ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ളത്. ഇത് ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ വരില്ല. ആ സമയത്ത് നിങ്ങൾക്ക് വെറുതെ നിങ്ങളോട് ചോദിക്കുകയേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും കെമിക്കൽ പേര് പറഞ്ഞിട്ട് അതിൻ്റെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പറയും. ആ സമയത്ത് നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഓരോരോ കോമ്പൗണ്ട് എന്താണ്, സോളിഡാണോ ലിക്വിഡാണോ അക്വസ് ആണോ എന്നൊക്കെ എഴുതാനുണ്ട്. അക്വസ് മീൻസ് സംതിങ് വിച്ച് ഇസ് സോലുബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ അലിഞ്ഞിട്ടിരിക്കുന്ന സാധനത്തിന് നമ്മൾ അക്വസ് എന്ന് പറയാം. അതിനെ പറ്റിയിട്ടും ഇതിൻ്റെ അകത്ത് പറയാനുണ്ട്. ഓക്കെ,
ഇതാണ് ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ. പേജ് നമ്പർ 5 വരെ നമുക്ക് കെമിക്കൽ ഇക്വേഷൻ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ആറ്റംസ്, അതുപോലെ മോളിക്യൂൾസ്, ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ബാലൻസ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നതാണ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. എന്തെല്ലാം ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ മിസ് ചെയ്തതല്ല, ഞാൻ ഇതിൻ്റെ മുമ്പേയുള്ള ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ബാലൻസിങ് ഇക്വേഷൻ്റെ മുകളിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാഞ്ഞത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഫസ്റ്റ് റിയാക്ഷൻസ് ആണ് കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? രണ്ട് റിയാക്ടൻസ്, നിങ്ങൾക്കറിയാലോ, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് റിയാക്ടൻസും അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് അതിൻ്റെ പ്രൊഡക്ട്സും ആണ്. അങ്ങനെ രണ്ടോ അതിൽ കൂടുതലോ റിയാക്ടൻസ് കൂടി ചേർന്നിട്ട് ഒറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പിനേഷൻ റിയാക്ഷൻ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെഗ്നീഷ്യം പ്ലസ് ഓക്സൈഡ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് എ ഫോം ഓഫ് എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ദിസ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, ദ കോമ്പിനേഷൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മെഗ്നീഷ്യം പ്ലസ് ഓക്സൈഡിൻ്റെ റിയാക്ഷൻ ഇസ് ആക്ച്വലി എ കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അകത്ത് നോക്കാനുള്ളത് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല, ഫസ്റ്റ് തന്നെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് the reactions of atoms element do not change into those elements. Okay, atoms temperature mixture of appears elsewhere, else chemical reaction involves breaking or making a bond between the atoms, produce new substances, പുതിയ സബ്സ്റ്റൻസസ് ഫോം ചെയ്യും. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പറയുന്ന റിയാക്ഷൻ ആണ് നമ്മളുടെ കാൽഷ്യം ഓക്സൈഡ്. നിങ്ങൾക്ക് കാണാമല്ലോ, കാൽഷ്യം ഓക്സൈഡ് വെൻ വാട്ടർ. നമ്മളുടെ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ക്യുക്ക് ലൈമിനെ വെള്ളത്തിൻ്റെ അകത്ത് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്കപ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡും അതേപോലെ ഹീറ്റുമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടുള്ള ആ ട്യൂബ് തൊട്ട് നോക്കി നമുക്ക് നല്ല ചൂടായിട്ട് തോന്നും. ഇറ്റ് ഈസ് ബിക്കോസ് അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതിൻ്റെ അകത്തുനിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സിറ്റ്. എക്സ്ഒ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിറ്റ് ചെയ്യാമെന്ന് ആലോചിക്കുക. ഏതോ ഒരു റിയാക്ഷൻ്റെ സമയത്ത് പുറത്തേക്ക് ഹീറ്റ് വിടുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ കാൽഷ്യം ഓക്സൈഡിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. കാൽഷ്യം ഓക്സൈഡ് വെള്ളവുമായിട്ട് ചേരുന്ന സമയത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഹീറ്റുമായിട്ട് പോവാണ്. ഹീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ കൂട്ടണ്ട. ഓക്കെ, അതിൻ്റെ പ്രൊഡക്റ്റ് ശരിക്കും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് മാത്രമാണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? രണ്ട് റിയാക്റ്റൻസിന് ഒരു പ്രൊഡക്റ്റാണ് വന്നത്. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. ഇത്രയും ക്ലിയർ ആണോ? ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. എ റിയാക്ഷൻ ഇൻ വിച്ച്, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, എ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ പ്രൊഡക്റ്റ് ഇസ് ഫോംഡ് ഫ്രം 2 or more reactant is known as combination reaction. ഓക്കെ, ഇനി അതിൻ്റെ ശേഷം നമുക്ക് നോക്കേണ്ടത് എന്താ? നമ്മുടെ കുമ്മായം, നമ്മളുടെ ഇതിൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് അടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കുമ്മായം ഉണ്ടല്ലോ, അതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വൈറ്റ് വാഷിങ്ങിന് നമ്മൾ യൂസ് ചെയ്യും. വൈറ്റ് വാഷിന് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഈ കാൽഷ്യം ഓക്സൈഡിനെ വെള്ളവുമായിട്ട് കലർത്തിയപ്പോഴാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായത്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ചുമരിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എയറിൻ്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ഇത് മിക്സ് ആവും. ഓക്കെ, മിക്സ് ആവൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടാവുന്നതാണ് കാൽഷ്യം കാർബണേറ്റ്. ആ കാൽഷ്യം കാർബണേറ്റ് 2-3 ദിവസം കൊണ്ടാണ് അത് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് വരിക. ഓക്കെ, ആ സമയത്ത് അതിൻ്റെ മുകളിൽ ഈ ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്തായിട്ട് മാറും? കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറും. ഈ കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മളുടെ വാളിനൊരു ഷൈനിങ് എഫക്റ്റ് വരുന്നത്. ആക്ച്വലി ഈ കാൽഷ്യം കാർബണേറ്റ് തന്നെയാണ് ഈ CaCO3 എന്ന് പറയുന്നത് തന്നെയാണ് മാർബിൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെയും കെമിക്കൽ ഫോമായിട്ട് എഴുതുന്നത്. ഓക്കെ, ഇക്വേഷനായിട്ട് കെമിക്കൽ നെയിം എന്ന് പറയുന്നത് CaCO3 ആണ്. അതുകൊണ്ടാണ് നമുക്ക് വാളിനൊരു ഷൈനിങ് എഫക്റ്റ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇസ് മിക്സ്ഡ് ഇറ്റ്സ് ആക്ച്വലി റിയാക്ടിങ് വിത്ത് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഫോംസ് ഇൻ ടു കാൽഷ്യം
കാർബണേറ്റ്. ഓക്കെ, ഈ കാൽഷ്യം കാർബണേറ്റ് ആണ് എന്തായിട്ട് മാറുന്നത്, ആ ഒരു ഷൈനി ഫിനിഷ് കൊടുക്കുന്നത്. നമ്മളുടെ ഒരു വാളിനൊരു ഷൈനി ഫിനിഷ് കൊടുക്കാനുള്ള കാരണം ഇതാണ്. അതേപോലെ തന്നെ 2-3 റിയാക്ഷൻസ്, അതായത് ബേണിംഗ് ഓഫ് കോള്, അതേപോലെ ഫോർമേഷൻ ഓഫ് വാട്ടർ, ഇതെല്ലാം തന്നെ നമ്മളുടെ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ്. മനസ്സിലായല്ലോ? ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ഇൻ വിച്ച് ഈ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ അകത്ത് ഏത് റിയാക്ഷൻ കോമ്പിനേഷൻ ആവണമെന്നില്ല, റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് റിലീസ്ഡ്. ഇവിടെ എഴുതിയിട്ടുണ്ട് റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് റിലീസ്ഡ് അലോങ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആർ കോൾഡ് എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ. ഏത് റിയാക്ഷൻ്റെ കൂടെയാണ് ഏതെങ്കിലും ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഹീറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിയാക്ഷന് നമുക്ക് എന്ത് പറയാം, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. ഹീറ്റ് പുറത്തേക്ക് പോകുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സോതെർമിക് റിയാക്ഷൻസ്. ഓക്കെ, ഇതാണ് അതിൽ വേറൊരു എക്സാമ്പിൾസ്. എക്സോതെർമിക് റിയാക്ഷനിൽ പറയുന്ന സമയത്ത് നമ്മളുടെ റെസ്പിറേഷൻ, നമ്മളുടെ ഈ ഡീകമ്പോസിഷൻ ഓഫ് വെജിറ്റബിൾസ്, ഇതെല്ലാം തന്നെ എക്സോതെർമിക് ആണ്. നമ്മളെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ് ആയിട്ട് മാറും, സിമ്പിൾ ഫാറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അതെന്ത് ചെയ്യും, നമ്മളുടെ ബോഡിയിലുള്ള ഓക്സിജൻ, ബ്ലഡിൻ്റെ അകത്തുള്ള ഓക്സിജൻ സെൽസ് എന്ത് ചെയ്യും, അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഈ ഗ്ലൂക്കോസ് ഇസ് റിയാക്റ്റഡ് വിത്ത് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഇൻ ദ സെൽ ഓഫ് അവർ ബോഡി ആൻഡ് പ്രൊവൈഡ്സ് എനർജി. നമ്മൾ പഠിച്ച കാര്യമാണല്ലേ, കാർബോഹൈഡ്രേറ്റ്സ് അതിനെ സിമ്പിളായിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറ്റും, ദാറ്റ് ഇസ് ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റും. ഈ ഗ്ലൂക്കോസ് നമ്മളുടെ സെല്ലിലുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് നമ്മളുടെ ബോഡിയിൽ അത് എനർജി ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇതിനെ നമ്മൾ ഇതും ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ എക്സോതെർമിക് റിയാക്ഷൻ. അതേപോലെ തന്നെ നമ്മളുടെ ഫോട്ടോസിന്തസിസ് ഇസ് ഓൾസോ എ കൈൻഡ് ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ. ഇതെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം, ദാറ്റ് ഇസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താണ് ഡീകമ്പോസിഷൻ? ഇതാണ് നിങ്ങളുടെ ഈ ഒരു റെസ്പിറേഷൻ്റെ എനർജി ആയിട്ട് മാറുന്നതിൻ്റെ ഇക്വേഷനാണ്. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്, നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇതിന് നേരെ തല തിരിച്ചിട്ടുള്ളതാണ്. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാവുന്നത്, 2-3 റിയാക്ടൻ്റ് കൂടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ആവുന്നതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുക. പക്ഷെ ഡീകമ്പോസിഷനിൽ എന്താണ്, 2-3 റിയാക്ടൻസ് കൂടിയിട്ട് ഒറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുക. അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ റിയാക്ഷൻ കണ്ടോ, ഒബ്സർവ് ഇതാണ് ഇതിൻ്റെ അകത്ത് സിംഗിൾ റിയാക്ടൻറ്റ് ബ്രേക്ക് ഡൗൺസ് ഇൻ ടു സിംപ്ലർ പ്രൊഡക്ട്സ്. ഓക്കെ, ഒരു റിയാക്ടൻറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ പ്രൊഡക്ട്സ് ആക്കിയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഫോം ഓഫ് എനർജി ഇസ് എ മസ്റ്റ്. ഒരു റിയാക്ടൻ്റെ അകത്ത് നിന്ന് ഒന്നിക്കൽ അത് ചൂടാക്കണം, ഹീറ്റ്, ഇലക്ട്രിസിറ്റി, അതേപോലെ സൺലൈറ്റ്, ഇതുപോലെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു എനർജി നമ്മൾ ആ ഒരു റിയാക്ടൻറ്റിന് കൊടുത്താൽ മാത്രമേ ഈ ഒരു ഡീകമ്പോസിഷൻ നടക്കുകയുള്ളൂ. അപ്പം ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് എനർജി. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്ന കുറേ റിയാക്ഷൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നുണ്ട് ഹീറ്റഡ് ആണ്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ, ഫെറസ് സൾഫേറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്, ഫെറസ് ഓക്സൈഡ് സോഡിയം ട്രയോക്സൈഡും ഡയോക്സൈഡും ഒക്കെയാണ് മാറിയത്. ഓക്കെ, ഇത് എന്താണ്, ഇതൊരു ഡീകമ്പോസിഷൻ. കാരണം ഒറ്റൊരു റിയാക്ടൻറ്റ് ഉണ്ടായത് 3 പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഹീറ്റിംഗ്
ചൂടാക്കിയത് കൊണ്ട് നടക്കുന്ന ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് തെർമൽ ഡീകമ്പോസിഷൻ. ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഇവിടെ തെർമൽ ഡീകമ്പോസിഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. വെൻ ദ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ഹീറ്റിംഗ്, ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിനെ ചൂടാക്കിയിട്ട് അത് സിംപ്ലർ ഫോമിലേക്ക് മാറുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് തെർമൽ ഡീകമ്പോസിഷൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് തെർമൽ ഡീകമ്പോസിഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോളിസിസ്, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന, ഇതിൻ്റെ അകത്ത് മക്കളെ വേറൊരു ഇതുകൂടി ഉണ്ട്. കാൽഷ്യം കാർബണേറ്റ് ഇസ് ഹീറ്റഡ്, കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഇക്വേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ്, അതായത് ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഡികമ്പോസിഷൻ റിയാക്ഷനിൽ തന്നെ പലതരത്തിലുള്ള ഇത് വരുന്നുണ്ട്, റിയാക്ഷൻസ് വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫെറസ് സൾഫേറ്റ് അതിൻ്റെ കാണാൻ പറ്റും, ഇതിൻ്റെ മുകളിൽ തന്നെ കാണാം. ഫസ്റ്റ് കാണുന്നത് നിങ്ങൾക്ക് അത് തന്നെയാണ്, ഫെറസ് സൾഫേറ്റ് വെൻ ഹീറ്റഡ്. അത് ഞാൻ ആദ്യം പറഞ്ഞു തന്നു. ആ ക്രിസ്റ്റൽ ഹാസ് ചേഞ്ച്ഡ്, അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ മാറുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഈ ഇക്വേഷൻസൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഒരു ഡികമ്പോസിഷൻ ഉണ്ടാവുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നുമില്ല, ആനോഡ് ആൻഡ് കാഥോഡ് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനൊരു കാര്യമുണ്ട്. ഈ വെള്ളത്തിൻ്റെ അകത്തേക്ക് അവർ ഈ മഗ്ഗിൽ കുറച്ച് വെള്ളം വെക്കും, അതിൻ്റെ അകത്ത് 2 റോഡ് ഇറക്കി വെക്കും, എന്നിട്ട് അതൊരു ടെസ്റ്റ് ട്യൂബ് വെച്ച് മൂടി വെക്കും, എന്നിട്ട് അത് ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യും. ബാറ്ററി പവർ പാസ് ചെയ്യുന്ന സമയത്ത് അവർ അതിൻ്റെ അകത്തേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് എന്തോ ഒഴിക്കും, ഏത് വേണമെങ്കിലും ആസിഡ് ഒഴിക്കും. ഇവരിവിടെ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും. ഈ സൾഫ്യൂരിക് ആസിഡ് എന്തിനാണ് ഒഴിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. വൈ ആസിഡ് ഇസ് ആഡഡ് ടു ദ വാട്ടർ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വാട്ടർ ഇസ് നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു വെള്ളം സാധാരണ ഒന്നുമില്ലാത്ത നല്ലൊരു വെള്ളമാണെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടക്ടർ അല്ല, അത് നല്ലൊരു കണ്ടക്ടർ അല്ല. അപ്പോൾ അത് നല്ലൊരു കണ്ടക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്തേക്ക് നമ്മൾ ആസിഡ് ഒഴിക്കുന്നത്. ഓക്കെ, ഇതിൽ 2 എണ്ണം വരുന്നുണ്ട്. 2 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്താണ് അവസാനം വരുന്നത്, അതിൻ്റെ അകത്ത് ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ബബിൾസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ബബിൾസ് ഒന്നിൻ്റെ അകത്തുള്ളത് വാട്ടറാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ട് നമ്മൾ വാട്ടറിനെയാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. H2O സ്പ്ലിറ്റ് ചെയ്തിട്ട് H2O ആയിട്ട് മാറ്റുകയാണ്. അപ്പം ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്, ഒരു ട്യൂബിൻ്റെ അകത്ത് ഹൈഡ്രജനും ഒരു ട്യൂബിൻ്റെ അകത്ത് ഓക്സിജനും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡികമ്പോസിഷൻ ആണല്ലോ നടക്കുന്നത്. ഒരു കോമ്പൗണ്ടിനെ 2 എണ്ണം ആക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. ഇനി അവർ നിങ്ങളോട് ചോദിക്കും, ഇതിൻ്റെ അകത്ത് ഏതാണ് ഹൈഡ്രജൻ, ഏതാണ് ഓക്സിജൻ? അതിൽ അവർ പറയുന്നുണ്ട്, ഒരു ബേണിംഗ് ലാമ്പിൻ്റെ അടുത്തേക്ക് ഈ ട്യൂബിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാൻ. ഈ ട്യൂബ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ലാമ്പിൻ്റെ അകത്തുള്ള ലൈറ്റിനെ ബേൺ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. ഹൈഡ്രജൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ലൈറ്റ് കെട്ടുപോകും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ട്യൂബിൽ ഏത് എയറാണ്, ഏത് ഗ്യാസാണ് വന്നതെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്, ഈ ഗ്യാസ് ഫോം ചെയ്തത് ഒന്നിൻ്റെ അകത്ത് കൂടുതലും ഒന്നിൻ്റെ അകത്ത് കുറവുമാണ്. കൂടുതൽ ഏതാണ്, കുറവ് ഏതാണ്? H2O എന്നാണ് പറയുന്നത്. അതായത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ആണ് ഉള്ളത് അല്ലേ. H2Oൻ്റെ അകത്ത് H2H ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1ഉമാണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്, ഈ ഹൈഡ്രജൻ കളക്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലായിരിക്കും കൂടുതലായിട്ട് എയർ ബബിൾസ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്സിജൻ അടിഞ്ഞിട്ടുള്ള ഈ ട്യൂബിൻ്റെ അകത്ത് കുറവായിരിക്കും എയർ ബബിൾസ് ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊരു ചിത്രം വരയ്ക്കാനൊന്നും വരില്ല, പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു സാധനം ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് ഇവിടെ നമ്മൾ ഡികമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സൺലൈറ്റാണ്. സിൽവർ ക്ലോറൈഡും അതേമാതിരി സിൽവർ ബ്രൊമൈഡും ഉണ്ട്. അത് രണ്ടും വെയിലത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ കളറ് വൈറ്റ് മാറിയിട്ട് ഗ്രേ കളറായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കെമിക്കൽ ഇക്വേഷനും എൻ്റെ മക്കൾ പഠിക്കണം കേട്ടോ.
അപ്പം അങ്ങനെ രണ്ട് സാധനങ്ങളാണ് ഇങ്ങനെ മാറുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്ന രണ്ട് കെമിക്കൽസാണ് സിൽവർ ബ്രൊമൈഡും അതേമാതിരി സിൽവർ ക്ലോറൈഡും. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കളറ് മാറിയിട്ട് ഈ സൺലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറിയിട്ട് ഗ്രേ കളറായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇതിൻ്റെ അകത്ത് അവസാനത്തെ ഒരു പാരഗ്രാഫ് ഉണ്ട്. We have seen the decomposition reaction require energy either in the form of heat, light and electricity for breaking down of the reactants. Reactants in which energy is absorbed is known as endothermic reactions. ഇവിടെയുള്ള ഈ ഡിക്കമ്പോസിഷൻ റിയാക്ഷൻസ് ഒക്കെ എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. എന്താണ് എൻഡോതെർമിക്? നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? എക്സോതെർമിക് ആണ്. അതായത് ദാറ്റ് ഇസ് ഹീറ്റ് ഇസ് എക്സിറ്റിങ്, ഹീറ്റിനെ പുറത്ത് വിടുകയാണ്, ഹീറ്റ് പുറത്തേക്ക് വരിക, നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഹീറ്റ് എന്തോ ഒരു എനർജീനെ അബ്സോർബ് ചെയ്യും. എൻ്റർ ചെയ്തോ എൻഡോ എന്നുള്ളൊരു എഫക്റ്റ് വരും. അതായത് ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഏതാണോ എനർജി, ആ എനർജീനെ അത് അബ്സോർബ് ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടാവുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോതെർമിക് റിയാക്ഷൻസ്. ഇപ്പം എക്സോതെർമിക്കായി, എൻഡോതെർമിക്കായി, കോമ്പിനേഷൻ റിയാക്ഷനായി, ഡിക്കമ്പോസിഷൻ റിയാക്ഷനായി. എളുപ്പമാണോ? ഇത്രയും മനസ്സിലായോ? കട്ടയല്ലേ? നല്ല ഇതിലായിട്ട് മനസ്സിലായിട്ടില്ലേ? ഇതിൻ്റെ ഇക്വേഷൻസൊക്കെ എനിക്ക് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇരുന്ന് എഴുതി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത റിയാക്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അടുത്തത് ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നുണ്ട് രണ്ട് ആണി നന്നായിട്ട് ബ്രഷ് ചെയ്ത് കഴുകിയിട്ടൊക്കെ ഇവരിങ്ങനെ തൂക്കിയിടുകയാണ്. ഏതിൻ്റെ അകത്താണെന്നറിയോ അവർ ഇത് വയ്ക്കുന്നത്? നോക്കി നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ആക്ച്വലി ഇറ്റ് ഇസ് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളറിലുള്ള സൊല്യൂഷനാണ്. അതിലേക്ക് രണ്ട് ആണി ഇട്ട് വെക്കുകയാണ്. അപ്പോൾ 20 മിനിറ്റോളം രണ്ട് ട്യൂബ് ഉണ്ട്. ഒന്നിൻ്റെ അകത്ത് വേഗം ഇട്ടിട്ട് ഒന്നിൻ്റെ അകത്ത് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഒന്നിൻ്റെ അകത്ത് ശരിക്കും 20 മിനിറ്റ് വെച്ചിരിക്കുകയാണ്. 20 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ബ്ലൂയിഷ് കളർ കുറച്ച് ഫെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആണിയുടെ കളറ് കുറച്ച് മാറിയിട്ടുണ്ട്. ഓക്കെ, അതൊരു ബ്രൗണിന്ന് അതൊരു ഒരു ബ്രൗൺ കളർ, അയൺ നെയിൽ ബിക്കം ബ്രൗണിഷ് ഇൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന സിൽവർ കളറുള്ള ആണി ഇപ്പം മാറിയൊരു ബ്രൗണായി. അതേപോലെ തന്നെ നല്ല സൾഫർ, ആ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബ്ലൂ എന്ന് അതെന്ത് ചെയ്തു? അത് കുറച്ച് കളറ് ഫെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈ ഫെറസ് ഉണ്ടല്ലോ, ഈ അയേൺ ഉണ്ടല്ലോ, ഈ കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫെറസ് സൾഫേറ്റായിട്ട് മാറി. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ അകത്ത് ഒരു ഇക്വേഷൻ്റെ അകത്ത് ഫെറസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് ഈ കോപ്പർ സൾഫേറ്റിൻ്റെ സൾഫേറ്റ് വന്ന് ചേർന്നു. ഓക്കെ, എന്നിട്ട് ഈ ഫെറസ് വന്ന് ചേർന്നു. എന്നിട്ട് ഈ കോപ്പർ തനിച്ച് നിൽക്കുകയാണ്. അതായത് ഹൈലി റിയാക്റ്റീവായിട്ടുള്ള മെറ്റൽ ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു മെറ്റലുമായിട്ട് ഡിസ്പ്ലേസ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ടീച്ചർ വന്നു. ടീച്ചർ ഈസ് മോർ പവർഫുൾ, മോർ റിയാക്റ്റീവ് ദാൻ യു അല്ലേ? അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചെയറാണെങ്കിൽ നിങ്ങൾ മാറിക്കൊടുക്കും അല്ലേ? അപ്പം ടീച്ചർ എന്താണ് ചെയ്തത്? നിങ്ങളുടെ പൊസിഷനിൽ, നിങ്ങളുടെ പ്ലേസിൽ വന്നിരുന്നു. ഇപ്പം നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രിൻസിപ്പൽ വന്നു എന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി ടീച്ചർ അവിടെ നിന്ന് മാറിയിട്ട് പ്രിൻസിപ്പലിന് കസാല കൊടുക്കും. കാരണം എന്താണ്? ടീച്ചർക്കാട്ടും പൊസിഷനിൽ കൂടുതൽ, അങ്ങനെ പറയുന്നതിനെക്കാട്ടും ടീച്ചർക്കാട്ടും റിയാക്റ്റീവായിട്ടുള്ള മെറ്റൽ ഏതാണോ ആ മെറ്റലിന് ഈ ഒരു ലെസ് റിയാക്റ്റീവായിട്ടുള്ള മെറ്റൽ സ്ഥലം മാറിക്കൊടുത്തു. അങ്ങനെയൊരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ ഹൈലി റിയാക്റ്റീവായിട്ടുള്ള ഒരു സാധനത്തിന് എന്ത് ചെയ്യാണ്? ലെസ് റിയാക്റ്റീവായിട്ടുള്ള ഒരാൾ മാറിക്കൊടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നമ്മൾ അതിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ അതിനും കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കെമിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്.
അത് നിങ്ങൾ നോക്കണം. അയൺ ഹാസ് ഡിസ്പ്ലേസ്ഡ് ആൻഡ് റിമൂവ്ഡ് അനദർ എലമെൻറ്റ് കോപ്പർ. അപ്പം കോപ്പറാണ് ഇവിടെ എന്താണ്, കോപ്പറാണ് ഇവിടെ നമ്മളുടെ ലെസ് ആയിട്ടുള്ള റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനം. അപ്പം അയൺ കോപ്പറിനെ പിടിച്ചിട്ട് മാറ്റിയിട്ട് അവിടേക്ക് വന്നു. അങ്ങനെയാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ സിങ്കും കോപ്പർ സൾഫേറ്റുമായിട്ടുള്ളതും അതേമാതിരി വേറെ ലെഡും കോപ്പർ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷൻസൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. വെറുതെ ഏതെങ്കിലുമൊക്കെ ഒരു റിയാക്ഷൻസ് നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതി തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റണം. ഇനി ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. ഓക്കെ, എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്? രണ്ട് പേരുടെ അയോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഷെയർ ചെയ്യുന്നതിനെയാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻസോൾബിൾ സബ്സ്റ്റൻസസ് ഫോംഡ് ഇസ് നോൺ ആസ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പെർസിപ്പിറ്റേറ്റിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മളുടെ ഒരു റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അതായത് സോഡിയം സൾഫേറ്റും ബെറിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത സമയത്ത് ഒരു പെർസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്. എന്താണ് പെർസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ തരിതരിയായിട്ട് റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ പെർസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻസോല്യുബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പെർസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ റിയാക്ഷൻസിൽ പെർസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നോ ആ റിയാക്ഷനെ നമുക്ക് പെർസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഈ ഏതൊരു റിയാക്ഷനാണോ പെർസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നത്, ആ പെർസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസോല്യുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത്, ആ റിയാക്ഷനെ നമ്മൾ പെർസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് ദ പ്രൊഡക്റ്റ് ഓക്കെ ഇൻ വിച്ച് സച്ച് റിയാക്ഷൻസ് വേർ എക്സ്ചേഞ്ച് ഓഫ് അയേൺസ് ബിറ്റ്വീൻ റിയാക്റ്റൻസ്, അയേൺസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഒന്നുമില്ല, നിങ്ങൾ അതിൻ്റെ അകത്തുള്ള കെമിക്കൽ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താണ്, ഒരു അയോണ് മറ്റേതിൻ്റെ അകത്തേക്ക് മാറുമ്പോൾ മറ്റേതിൻ്റെ അകത്തുള്ളത് ഇങ്ങോട്ടേക്ക് മാറും, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും രണ്ട് തരത്തിൽ മാറ്റം വരുന്ന സമയത്താണ് അതിനെന്ത് പറയുന്നത്, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ആ ബ്രാക്കറ്റിൽ കാണുന്നത് ഒന്ന് വായിച്ച് നോക്കൂ. മിക്സഡ് സൊല്യൂഷൻസ് ഓഫ് ലെഡ് നൈട്രേറ്റും അതേമാതിരി പൊട്ടാസ്യം അയഡൈഡും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പെർസിപ്പിറ്റേറ്റിൻ്റെ കളർ എന്ന് ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യെല്ലോ കളറിലാണ് ആ പെർസിപ്പിറ്റേറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ നമ്മളുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഏതൊരു കോമ്പൗണ്ടിൻ്റെ കൂടെ ഓക്സിജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുകയാണെങ്കിൽ അതിന് ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്കെ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ചൈന ഗ്രാസിൽ കോപ്പറിൻ്റെ പൗഡർ വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ ആ കോപ്പറിൻ്റെ ഹീറ്റ് ചെയ്യുമ്പം ആ കോപ്പറിൻ്റെ കളറ് മാറിയിട്ട് ഒരു ബ്ലാക്ക് കളറാവും. യെസ്, ഇറ്റ് ഇസ് ടേൺഡ് ടു ബ്ലാക്ക് കളർ. ഓക്കെ, ഇതിൻ്റെ കാരണം എന്താണ്, അത് എവിടേക്കാണോ ആ ബ്ലാക്ക് കാണുന്നത്, മീൻസ് അതിന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അവിടെ നമ്മളുടെ കോപ്പർ ഓക്സൈഡായിട്ട് മാറും. അതായത് CuO ആയിട്ട് മാറും. Cu എന്നുള്ളത് ഓക്സിജനുമായിട്ട് കൂടുമ്പോൾ CuOI, അതാണ് നമ്മളുടെ ഓക്സിഡേഷൻ. എവിടെയാണോ എന്തിനോടെങ്കിലും ഓക്സിജൻ കൂടിച്ചേർന്നാൽ അവിടെ ഓക്സിഡേഷൻ ആവും. അതേപോലെ തന്നെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിജൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തു പോയാൽ അവിടെ എന്തായി, റിഡക്ഷനായി മാറി. ഈ കോപ്പർ തന്നെ നമ്മൾ ഓക്സിജൻ ആയപ്പം ഇവിടെ കോപ്പർ ഓക്സൈഡായിട്ട് മാറി. ഈ കോപ്പർ ഓക്സൈഡിൻ്റെ അകത്തേക്ക് ഹൈഡ്രജൻ കയറ്റി വിടുന്നുണ്ട്. ആ സമയത്ത് ആ കോപ്പറിൻ്റെ അകത്തുനിന്ന് ഓക്സിജൻ പോയിട്ട് അവിടെ ഹൈഡ്രജൻ ആണ് വരുന്നത്. ആ ഓക്സിജൻ ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ലീവ് ചെയ്യും. അതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സാധനത്തിനോട് ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ അത് ഓക്സിഡേഷൻ, ഓക്സിജൻ അവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണ്, ഓക്സിജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്താലും മതി. ഇറ്റ് ഈസ് നോൺ ആസ് റിഡക്ഷൻ. ഓക്കെ, ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ പോവും. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുന്നത്, ഇനി അടുത്തത്
നമ്മളുടെ കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭയങ്കര നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ് കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല സാധനങ്ങളും പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റലിൻ്റെ സാധനങ്ങൾ, തവ, അതുപോലെ തന്നെ അയൺ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കുറേ കാലം, ഇപ്പോൾ നമ്മളുടെ ബ്രിഡ്ജ് ആണെങ്കിലും ഷിപ്പ്, ട്രെയിൻ, ഇതിൻ്റെ അകത്തൊക്കെ അയണിൻ്റെ സാധനങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും, ഓക്സിജനുമായിട്ട് ഒരു റസ്റ്റിംഗ് വരും അല്ലേ, റിയാക്ട് ചെയ്തിട്ട് റസ്റ്റ് ആവും. ഈ സംഭവം നമുക്ക് എന്താണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അല്ലേ. അതിൻ്റെ സാധനം തുരുമ്പിച്ച് കഴിഞ്ഞാൽ കേടായി കഴിഞ്ഞാൽ പിന്നെ അത് പോയിപ്പോവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഇതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുക. വെൻ എ മെറ്റൽ ഇസ് അറ്റാക്ഡ് ബൈ ദ സബ്സ്റ്റൻസസ് അറൗണ്ട് ഇറ്റ് ഇസ് സച്ച് എസ് മോയ്സ്ചർ, ആസിഡ് എക്സെട്ര, ഇറ്റ് ഇസ് സെറ്റ് ടു കൊറോഡ് ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് കൊറോഷൻ. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊറോഷൻ. ഏതെങ്കിലും ആസിഡ്, അതേപോലെ തന്നെ ഏതെങ്കിലും ഓക്സിജൻ, മോയ്സ്ചർ, ഇതൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഈ മെറ്റല് കേടാവുകയാണെങ്കിൽ ആ ഒരു ഇതിനെയാണ് കൊറോഷൻ എന്ന് പറയുക. ആ ഒരു പ്രോസസ്സിനെയാണ് കൊറോഡ് എന്ന് പറയുക. അങ്ങനെ കേടാവുന്നതിന് കൊറോഡ് എന്നും ആ പ്രോസസ്സിന് കൊറോഷൻ എന്നും പറയും. ഓക്കെ, ഇനി റാൻസിഡിറ്റി, ലാസ്റ്റ് സെഷൻ ഓഫ് ദിസ് ക്ലാസ് ആണ്, ഈ ചാപ്റ്ററാണ്. റാൻസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പപ്പടമൊക്കെ ഉണ്ടല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ജാതി ചൊയ വരാനുണ്ട്. അതേമാതിരി ബട്ടർ, ഇതെല്ലാം ചില സമയത്ത് നമുക്ക് ഫാറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ബട്ടർ, നെയ്യ് എല്ലാം ചില സമയത്ത് ഒരുമാതിരി കാറ് ചൊയ്ക്കും. നമ്മൾ പറയും കാറ് ചൊയ്ക്കുന്നെന്ന് പറയും. അതെന്താ കാരണം? ഇറ്റ് ഇസ് റാൻസിഡിറ്റി. ആ ഫാറ്റിൻ്റെ അകത്തേക്ക് ഓക്സിജൻ ആഡ് ചെയ്തതാണ്. അവിടെ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടന്നതുകൊണ്ടാണ് അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ മാറിയത്. ഓക്കെ, അപ്പം അതിന് നമ്മൾ പറയുന്നതാണ് റാൻസിഡിറ്റി. വെൻ ഫാറ്റ് ആൻഡ് ഓയിൽസ് ആർ ഓക്സിഡൈസ്ഡ് they become rancid and their smell and taste changes. Usually substances which prevent oxidation, ആൻറ്റി-ഓക്സിഡൻസ് ആർ ആഡഡ് ടു ദ ഫുഡ് കണ്ടെയ്നിങ് ഫാറ്റ്. ആൻറ്റി-ഓക്സിഡൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഓക്സിഡേഷൻ നടക്കാതിരിക്കാനുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് ആഡ് ചെയ്യും. പ്രിസർവേറ്റീവ്സിലൊക്കെ കാണുന്ന സാധനങ്ങളാണ്. അപ്പം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലേസൊക്കെ എത്രയോ കാലം മുമ്പേ ഒക്കെ നമുക്ക് അറിയാം, എപ്പോഴോ പാക്ക് ചെയ്തിട്ടൊക്കെ വരുന്നതാണ്. പക്ഷെ നമ്മൾ എത്ര കഴിഞ്ഞെടുത്താലും ഫ്രഷ് ആയിട്ടിരിക്കും. കാരണം എന്താണ്? അതിൻ്റെ അകത്ത് നൈട്രജൻ ഗ്യാസ് ഫ്ലഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്? ഓക്സിജൻ അതിൻ്റെ അകത്തേക്ക് അധികം വരാതെ അത് നല്ല ക്രിസ്പി ആയിട്ടും അതിൻ്റെ ടേസ്റ്റ് ഇൻടാക്റ്റായിട്ടും ഓയിലിൻ്റെ ചൊയൊന്നും മാറാതെ ഇരിക്കും. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നല്ല എയർ ടൈറ്റായിട്ട് നല്ല പാത്രത്തിലൊക്കെ, ഓട്ടയൊന്നും ഇല്ലാത്ത പാത്രത്തിലൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം അത് കേടാവാതെ ഇരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള റാൻസിഡിറ്റിയിൽ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ ബേസിക്കലി. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് കെമിക്കൽ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് പഠിക്കുക, അതിൻ്റെ അകത്തുള്ള കളർ ചേഞ്ചസ് പഠിക്കുക, അതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്, എന്തൊക്കെ റിയാക്ടൻറ്റ് സൈഡിൽ വരുന്നുണ്ട്, എന്തെല്ലാം പ്രൊഡക്റ്റ് സൈഡിൽ വരുന്നുണ്ട് എന്ന് പഠിക്കുക. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ള ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ അകത്ത് എപ്പോഴും എന്തായിരിക്കും? എൻഡോതെർമിക് ആയിട്ടുള്ള എൻഡോതെർമിക് ആയിരിക്കും അത്. കാരണം അതിന് ഒരു ടൈപ്പ് ഓഫ്, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് എനർജി ആവശ്യമാണ്, എന്നാലേ അത് ഡികമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡികമ്പോസിഷൻ റിയാക്ഷൻ എപ്പോഴും എന്താണ്? എൻഡോതെർമിക് ആണ്. അതൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇമ്പോർട്ടൻ്റാണ്. ഏതെങ്കിലും ക്ലാസ് ടെസ്റ്റിലെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കറിയില്ലല്ലോ CBSE എന്താണ് ഇടാൻ പോകും, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം അത് എനർജി പലതുണ്ട്. ഫോട്ടോലിറ്റിക് എനർജി, ലൈറ്റ് എനർജി, ഇതൊക്കെ നമുക്ക് ഏതൊക്കെ ഫോമിൽ വേണമെങ്കിലും ചോദിക്കാം. ഇതിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഒന്ന് കണ്ണോടിച്ചിട്ട് പോകണം. എപ്പോഴും നമ്മളിത് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞാലും ചിലപ്പം ക്വസ്റ്റ്യൻ ട്രിക്കി ആണെങ്കിൽ ആൻസർ പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കെമിക്കൽ ഇക്വേഷൻ ഒന്നുപോലും മറക്കാതെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചോ. എന്താണ് നമ്മുടെ കോമ്പിനേഷൻ റിയാക്ഷനിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതുക. അത് കഴിഞ്ഞ് ഡികമ്പോസിഷൻ ഒക്കെ ഓരോരോ പേജിൽ മാറ്റി മാറ്റി എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓൾ ദ ബെസ്റ്റ് മക്കളെ. ബൈ ബൈ.